മറ്റൊരു തട്ടിപ്പിന്റെ വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് മലപ്പുറത്തു നിന്നാണ്. മുസ്ലിം ലീഗിൽ നിന്നാണ്. മുസ്ലിം ലീഗ് പരിരക്ഷാ പദ്ധതികളുടെ മറവിലും കോടികൾ തട്ടിയെന്നാണ് ആരോപണം വരുന്നത്. പണം നിക്ഷേപിച്ചവർക്ക് ആനുകൂല്യം ലഭിച്ചില്ലെന്ന് പരാതി. മുൻ MSF നേതാവ് PA ഷറഫ് അലി മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. മലപ്പുറം ജില്ലാ കമ്മിറ്റി ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ മറവിലാണ് തട്ടിപ്പ് നടന്നത്. മലപ്പുറം അസോസിയേഷൻ ഫോർ സെക്യൂരിറ്റി സ്കീം എന്നായിരുന്നു പദ്ധതിയുടെ പേര്. പദ്ധതിയിൽ ചേരാൻ 2000 രൂപ നൽകണം. ഓരോ വർഷവും 1500 രൂപ വേറെയും 20 കോടിയോളം രൂപയാണ് ഇതുവഴി സ്വരൂപിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടമാണ് കോർഡിനേറ്റർ. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള മുത്തേടം സഹകരണ ബാങ്കിലാണ് പണം നിക്ഷേപിച്ചത്. ഇത് വകമാറ്റിയെന്നാണ് ആക്ഷേപം. മരണപ്പെട്ടാൽ 2 ലക്ഷവും ഗുരുതര പരിക്കേൽക്കുന്നവർക്ക് 1 ലക്ഷവും അടിയന്തര ചികിത്സാ സഹായമായി 15,000 രൂപ മുതൽ 50,000 രൂപ വരെയും നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ 4 വർഷം കഴിഞ്ഞിട്ടും ആനുകൂല്യമില്ല. നിലവിലെ മഞ്ചേരി MLA UA ലത്തീഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരിക്കെയാണ് പദ്ധതി തുടങ്ങിയത്. മുസ്ലിം ലീഗ് നേതാവിന് വിവിധ സഹകരണ ബാങ്കുകളിലുള്ള വായ്പാ കുടിശ്ശികയിലേക്ക് കോടികൾ വകമാറ്റിയെന്നാണ് സംശയം. കൈരളി ന്യൂസ്, മലപ്പുറം.